വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട് അറിയാവുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിരിക്കും മൂൺ ഗോഡസ് എന്ന് പറയുന്നത്. കുറേ റിവ്യൂസും കുറേ സെലിബ്രിറ്റീസ് ഒക്കെ അതിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും സെലിബ്രിറ്റീസ് ആണ് അതിൻ്റെ റിവ്യൂസ് ഒക്കെ കുറേ പേര് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല വാങ്ങിയത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾക്കൊരു കല്യാണത്തിന്റെ കാര്യത്തിനായിട്ട് നമ്മൾ ഓർഡർ കൊടുത്താണ്. ആൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പൊ അതിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്, ഡ്രസ്സ് ഞാൻ ഇവിടെ കാണിക്കാം. എന്താ പറയാ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ കുറെ ആ സമയത്തൊക്കെ നല്ല 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 റിവ്യൂസ് ഉണ്ടായിരുന്നു ഇവരുടെ മൂൺ ഗോഡസിന്റെ. അപ്പൊ നമ്മൾ അങ്ങനെ കയറി റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ കയറി ഓർഡർ കൊടുത്തു. ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്, ഇവർക്ക് ആകെ വെബ്സൈറ്റ് ത്രൂ മാത്രമേ ഇവർക്ക് ഓർഡർ നമുക്ക് എന്താ പറയാ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. വാട്സപ്പ് ത്രൂ ഒന്നും ഇവർക്കില്ല. അപ്പൊ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തപ്പോ എന്താ പറയാ, നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പൊ അതിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 699 രൂപയായിരുന്നു കേട്ടോ. അവര് എന്താ പറയാ, അവർ ആ ഡ്രസ്സ് കാണിക്കുന്ന സമയത്ത് സ്ക്രീനിൽ കൊടുത്തിരുന്ന റേറ്റ് 699 രൂപയായിരുന്നു. അത് ആ സെറ്റിനായിട്ട് അവര് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നത് 699 രൂപ എന്ന് പറഞ്ഞിട്ട് മാത്രമായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഒരു വിവരവും ഇല്ല. അപ്പൊ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ കുറെ സമയമൊക്കെ ഫോൺ എടുക്കാതെ അങ്ങനെയൊക്കെ ഇരുന്നിരുന്നു. പിന്നെ നമ്മൾ കുറെ വിളിച്ച് ലാസ്റ്റ് ഫോൺ എടുത്തിട്ട് അവർ പറഞ്ഞു ആയിട്ടില്ല, പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ പിന്നെയും എന്താ പറയാ, കുറെ മാസങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു വിവരം ഇല്ല കേട്ടോ. 1 കൊല്ലം എടുത്തു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കൊല്ലം എടുത്തിട്ടാണ് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതുവരെ ഇതിന്റെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. 1 കൊല്ലം കഴിഞ്ഞ് ഈ സാധനം കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും നാൾ കാത്തിരുന്ന്, ഇത്രയും ലോങ് ഇതിൽ ഇരുന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ 1 കൊല്ലം കാത്തിരുന്നിട്ട് ഈ സാധനം കയ്യിലേക്ക് കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എന്താ പറയാ, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സാധനം വരുമ്പോ വീഡിയോ എന്താ പറയാ, അതിപ്പോ ഇവരുടേന്നല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമ്മൾ ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ ആ പൊട്ടിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ഒരു അൺബോക്സിങ് വീഡിയോ എപ്പോഴും എടുക്കണേ നല്ലതാട്ടോ. കാരണം നമുക്ക് തെളിവിന് അത് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവര് സാധനം കൊണ്ടുവന്നപ്പോ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞെട്ടിപ്പോയി. കാരണം കാണിച്ചേക്കുന്ന സാധനമല്ല കയ്യിൽ കിട്ടിയത്. അതായത് കാണിച്ചേക്കുന്ന സാധനം അല്ല എന്ന് ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, ഇത് ഇവര് ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രസ്സ്, ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പ്, എന്താണ് ഒരു ഗൗൺ പോലെ, ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഇത്, അതിന്റെ മുകളിൽ കൂടെ ഒരു ഷ്രഗ് പോലെ ഒരു ഓവർകോട്ട്, അങ്ങനത്തെ ഒരു മോഡൽ വന്നിട്ട് കെട്ടുന്നത്, അങ്ങനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവര്. അപ്പൊ അതിനാണ് ഇവര് സ്ക്രീനിൽ 699 രൂപ എന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും ആകെ ആ ഒരു ഉള്ളിലിടുന്ന ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ സ്ലീവ്ലെസ് ആയിട്ടുള്ള ആ ഒരു ഗൗൺ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ സാധനം ഇല്ല. ഓക്കെ, ഇവര് പിന്നെ ഈ 699 രൂപ എന്ന് പറഞ്ഞെങ്കിലും കൂടെ നമുക്ക് പേ ചെയ്യേണ്ടി വന്നത് ഒരു 1000-ന് രൂപ നമുക്ക് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ. ഒരു GST, പിന്നെ എന്താ പറയാ ഡെലിവറി ചാർജ് അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഒരു 1000-ന് എന്തായാലും നമുക്ക് പൈസ ആയിട്ടുണ്ട്. എന്താ പറയാ, ഈ ഒരു സാധനത്തിന് ഇന്ന് കൈ കിട്ടിയപ്പോഴാണെങ്കിലോ ഇങ്ങനെ ആയിപ്പോയി. ആകെ ആ ഒരു ഉള്ളിലിടുന്ന ആ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, മുകളിൽ കൂടെ ഇടുന്ന ആ ഒരു ഷ്രഗ്, ആ സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി അത് അവർ വെക്കാൻ മറന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വീഡിയോ സഹിതം അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അതാകെ അതിന്റെ മാത്രം റേറ്റ് ആണ് 699 രൂപ എന്നാണ് അവർ പറഞ്ഞത്. കൊള്ളത്തേ ഇല്ലായിരുന്നു കേട്ടോ ആ സാധനം. നമുക്ക് എന്താ പറയാ, വെറുതെ വീട്ടിലിട്ട് നടക്കുന്ന ഒരു എന്താ പറയാ സ്ലിപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഏതാണ്ട് അതേപോലെയൊക്കെ ആയിട്ടുള്ള ഒരു സാധനം, അതിനാണ് ഈ 699 രൂപ എന്ന്.
എന്നിട്ട് അവര് പറഞ്ഞു വേണമെങ്കിൽ അവര് ആ പുറത്തു കൂടെ ഇടുന്ന ഒരു ഷ്രഗ് അവര് തരാം, പക്ഷെ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കണത് ഇവർ എന്തുകൊണ്ട് അപ്പൊ അത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ല? ഇവര് പറയുന്നത് ഓർഡർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളത് നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഈ ഡിസ്പ്ലേയിൽ ഇവർ ഈ ഡ്രസ് ഇട്ട് കാണിക്കുന്നു, ഇതിന് റേറ്റ് ഇത്ര 699 രൂപ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈഡിൽ കാണിക്കുന്നു. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടല്ലേ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് ഡ്രസ്സിന് 699 രൂപ എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്, അല്ലാതെ ആകെ ഈ ഉള്ളിലിടുന്ന ഈ ഷിമ്മി പോലത്തെ ഈ സാധനത്തിനാണ് 699 രൂപ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇവര് പിന്നീടാണ് ഇതൊക്കെ പറയുന്നത് സാധനം കൈ കിട്ടി കഴിഞ്ഞപ്പോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു കൊല്ലം കാത്തിരുന്നിട്ട് എന്താ പറയാ, ഇപ്പൊ നമ്മള് ഒരു കല്യാണത്തിന് വാങ്ങിയതാണെങ്കിൽ ആ കല്യാണവും കഴിഞ്ഞ് ആ പ്രസവവും കഴിഞ്ഞു കുട്ടിയുടെ പേരിടൽ ചടങ്ങിനൊക്കെ ആയിരിക്കും നമുക്ക് ഈ സാധനം കൈ കിട്ടുന്നുണ്ടാവുക. അത് കിട്ടിക്കഴിഞ്ഞാലോ അറ്റ്ലീസ്റ്റ് എന്താ പറയാ, അതിനകത്ത് ആ സ്ക്രീനിൽ കാണിക്കുന്ന സാധനം പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇവർ ആകെ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്, ആകെ ഈ ഉള്ളിലിടുന്ന ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും സമയം എടുത്തതെന്ന് ആലോചിച്ചു പോയിട്ടോ. ഭയങ്കര വിഷമം തോന്നി. ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞതാണ്, പക്ഷെ ഞാനാണ് ഓർഡർ ചെയ്ത് കൊടുത്തത്. അപ്പോ ഞാനാണെങ്കിൽ അവര് പറയണത് അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, നമ്മൾ ആരും അത് നമ്മൾ നോക്കൂല്ല. കാരണം ഇവര് ഇത് കാണിച്ചിട്ടാണ് ഇവര് 699 രൂപ എന്നിട്ട് ഇവര് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണത്. അപ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടോ മൂൺ ഗോഡസ്. എന്താന്നറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഒരു അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഇത്രയും നാള് കാത്തിരുന്നിട്ട്, ഒരു കൊല്ലത്തോളം കാത്തിരുന്നിട്ട് കിട്ടുന്ന ഐറ്റമാണ് അതുപോലും തികച്ചില്ലാണ്ട് ജസ്റ്റ് ആ ഉള്ളിലത്തെ ആ ഒരു സ്ലീവ്ലെസ്, അതാണെങ്കിൽ ആരും ഇടൂല. ആൾക്ക് എന്റെ ഫ്രണ്ട് ആളാണെങ്കിൽ സ്ലീവ്ലെസ് ഇടില്ല. എന്നിട്ട് അത് മാത്രം കൊടുത്തിട്ട് ഇനി അതിന് എന്ത് ചെയ്യും? ഇവര് പറയണത് ഇനി ആ പുറത്തു കൂടെ ഇടുന്നതിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. ഇവർക്ക് ഈ 699 രൂപ കൂടാതെ നമ്മള് ബാക്കി ചാർജും എല്ലാം ചേർത്ത് ഒരു 1000-ന് അടുത്ത് നമ്മൾ ഇവർക്ക് പൈസ കൊടുത്ത് സാധനം കൈ കിട്ടിയിട്ട് ഈ ഉള്ളിലത്തെ സാധനം മാത്രമേ ഉള്ളൂ, പുറത്തത്തതില്ല. ഭയങ്കര ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങക്ക് അത് മൂൺ ഗോഡസിന്ന് ഉണ്ടായത്. എനിക്കറിയില്ല ആർക്കൊക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്നറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം അല്ല കയ്യിൽ കിട്ടിയത്. മീൻസ് സാധനം തന്നെ, പക്ഷെ ഫുള്ളില്ല, അത് ഫുള്ളായിട്ടുള്ള ഒരു സെറ്റ് ഇല്ല. ആകെ കൂടെ ഒരു ഉള്ളിലത്തെ ഒരു സാധനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ ഒരിക്കലും ആ ഒരു സൈറ്റിന് ഞാൻ കുറ്റം പറയില്ല, കാരണം കുറെ ആൾക്കാർ വാങ്ങിയിട്ട് കുറെ നല്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കല്ല, പക്ഷെ നമുക്ക് കിട്ടിയ ഒരു അനുഭവം നമ്മൾ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോ ഒരു കൊല്ലം എടുത്തിട്ടല്ലേ അവര് ഡെലിവറി ചെയ്തത്. അവർക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പെട്ടെന്ന് നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അത്ര പറയാനുള്ളത്. നിങ്ങൾ മൂൺ ഗോഡസിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൊല്ലം മുന്നെങ്കിലും ഓർഡർ ചെയ്യണം. ഒരു കൊല്ലം മുന്നേ ഓർഡർ ചെയ്താലാണ് സാധനം കൈ കിട്ടുക. അവർ ആദ്യം പറഞ്ഞത് 6 മാസം എന്നാ, പക്ഷെ 6 മാസം ഒന്നല്ല, ഒരു കൊല്ലം ഒരു കൊല്ലത്തോളം ആയിട്ടുണ്ടായിരുന്നു സാധനം കൈ കിട്ടിയപ്പോട്ടാ. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും മൂൺ ഗോഡസിന്ന് പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം മുന്നെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും നോക്കണം കേട്ടാ. നമ്മൾക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം പറ്റരുത്. അതായത് ഉള്ളിലത്തെ സാധനം മാത്രമേ വന്നുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ആ ഡ്രസ്സിന്റെ കൂടെ ബാക്കി എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയും കണ്ടും സൂക്ഷിച്ച് മാത്രം ഓർഡർ കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് മീഷോയും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ആട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നാമത്തത് അവിടെ ഫിക്സ്ഡ് റേറ്റ്, നമുക്ക് എന്താ പറയാ, അത്രയ്ക്ക് ഇത്രയും റേറ്റ് ഒന്നും ഇല്ല. എനിക്കെന്തോ ഇവരുടെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര ലാഗും ആണ്. പോരാത്തതിന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ അത്രയും കാത്തിരുന്നിട്ട് ഒരു സാധനം കൈ കിട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ ആയിപ്പോയി. അപ്പൊ അത് കാരണം നമുക്ക് അത്രയ്ക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂൺ ഗോഡസിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം അത് ആ ഒരു സെറ്റിന് കംപ്ലീറ്റ് ആയിട്ടാണോ അവർ ആ സ്ക്രീനിൽ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഓർഡർ ചെയ്യുന്ന സമയത്താണ് അതൊക്കെ ഉണ്ടാവണേന്ന് ആ ഒരു പറയുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക ആ കംപ്ലീറ്റ് ആ സെറ്റിന് കൂടിയിട്ട് തന്നെയാണോ ആ ഒരു റേറ്റ് എന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഓഫ് കോഴ്സ് GSTയും ഡെലിവറി ചാർജും എല്ലാം ഉണ്ടാവും കേട്ടോ. ആ സ്ക്രീനിൽ കൊടുക്കുന്ന റേറ്റ് മാത്രമല്ല വരിക. പിന്നെ 1 വർഷത്തോളം എടുക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇത് തോന്നിയത്. ഒരു കൊല്ലൊക്കെ എടുത്തിട്ട്
അപ്പൊ അത്രയും സമയവും എടുക്കുന്നുണ്ട് കേട്ടോ അവരുടെ എന്താ പറയാ ഡെലിവറി ഭയങ്കര സ്ലോ ഡെലിവറി ആണ്. ഇത്രയും സമയം എടുത്തിട്ടുള്ള ഡെലിവറി, പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്റ്റും എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല സത്യത്തിൽ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുൾ സെറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതാണ് എനിക്ക് മുൻകൊടസിന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് മുൻകൊടസിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ കേട്ടോ. ജസ്റ്റ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ആ ഒരു സൈറ്റിനെ അടച്ചാക്ഷേപിക്കുന്നതല്ല, വീണ്ടും പറയുന്നു. നമ്മൾ ആ സൈറ്റ് വളരെ മോശമാണ് അങ്ങനൊന്നും പറയുന്നൊന്നുമില്ല. ഒരുപാട് പേർക്ക് ഓർഡർ ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റുകൾ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, നമുക്ക് കിട്ടിയത് എന്തായാലും ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.